ഇത് നമ്മൾ നോക്കുന്നത് കുറച്ച് നല്ല ലിപ് ബാം ആണ് കേട്ടോ. അതായത് ചിലർക്ക് ടിൻറ്റുള്ള ലിപ് ബാം ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് ടിൻ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല. പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ലിപ്സ് നമുക്ക് മോയ്സ്ചറൈസ്ഡ് ആയിരിക്കണം, അതേപോലെ തന്നെ വെയിലിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം, ലിപ്സ് നല്ല ഹൈഡ് ആയിരിക്കണം, അങ്ങനെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടിൻറ്റുള്ള ലിപ് ബാമും അതേപോലെ തന്നെ ടിൻറ്റില്ലാത്ത ലിപ് ബാമൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ലിപ് ബാമുകളാണ് നമ്മൾ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒക്കെ നമ്മൾ ആമസോണിൽ എടുത്തിട്ടുള്ളത്. ആമസോണിൽ ഓഫേഴ്സ് ഉള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഡിസ്കൗണ്ട് സാധനം കിട്ടും. ഇപ്പം നിങ്ങൾക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് എന്നിട്ട് എപ്പോഴാണോ പ്രൈസ് കുറയണത് ആ സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ലാഭമായിരിക്കും. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു ടിൻറ്റുള്ള ലിപ് ബാമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു മെബലൈൻ ബേബി ലിപ്സുമായിട്ടൊക്കെ കുറേ സാമ്യമുള്ള ലിപ് ബാമാണ് കേട്ടോ. ഞാനത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ടിപ്സി ലിപ് ബാം ഫോർ ഡ്രൈ ആൻഡ് ചാപ്പ് ലിപ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ വിറ്റാമിൻ ഇ അതേപോലെ തന്നെ ഷിയ ബട്ടർ പിന്നെ ജോജോബോ ഓയിലൊക്കെയാണ് വരുന്നത്. ലിപ് പ്രൊട്ടക്ഷൻ അതേപോലെ തന്നെ നറിഷ്മെൻറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു തരാണ് കേട്ടോ. ഇതിൽ വിത്ത് SPF ആണ് കേട്ടോ. വിത്ത് SPF എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര SPF ആണെന്ന് കാണിക്കില്ല. ഈ ഒരു ലിപ് ബാമിൻ്റെ റേറ്റ് എന്ന് പറയണത് 169 രൂപയാണ്. മിക്കവാറും ലിപ് ബാമിനൊക്കെ ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. പിന്നെ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളത് വരുന്നുണ്ട്, അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അല്ലാത്തതൊക്കെ ഈ ഒരു റേഞ്ചിന് കാണാറുണ്ട്. പിന്നെന്താ പറയുക, ഇത് 4.5 ഗ്രാമാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൽ കുറേ വേറെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ നോൺ ഗ്രീസിയാണ്, നമുക്കിന് ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഉരുണ്ട് കൂടുന്ന ആ ഒരു ഫീലൊന്നുമില്ല. ഈ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ നല്ല ഈസിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ. കളറാണെങ്കിൽ നല്ല ഭംഗിയുള്ളതാണ്. ഇതല്ലാണ്ട് നമുക്കൊരു 7 ഷെയ്ഡ് പറയുന്നുണ്ട് കേട്ടോ. അതായത് 01 മൊജിറ്റോ, പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പേരൊന്നും സത്യം പറഞ്ഞാൽ വായിക്കാൻ മനസ്സിലാവുന്നില്ല. എന്താ ഇത്, കോസ്മോപൊളിറ്റൻ അങ്ങനെ എന്തോ ഉണ്ട്. അതേപോലെ തന്നെ എന്താ ദൈവം ഇതൊക്കെ, പിനാക്കൊളാഡിയോ, അതേപോലെ LIIT, പിന്നെ ഐറിഷ് കോഫി, അതേപോലെ തന്നെ മാംഗോ മാർഗരിറ്റ, ബ്രാമ്പിൾ, അങ്ങനെ കുറേ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലൊരു റെഡ് കളറിൽ കാണുന്ന ഇതാണ്. ബാക്കിയൊക്കെ ഒരു ബ്ലൂ വൈറ്റ് അതേപോലെ തന്നെ കോഫി കളർ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ടിൻറ്റുള്ള ഒരു ലിപ് ബാം വേണമായിരുന്നു. അപ്പോൾ ഡെയിലി യൂസിനാണെങ്കിൽ നമുക്ക് ലിപ് ബാമിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്, മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഒന്നും കുറയില്ല കേട്ടോ. അത് യൂസ് ചെയ്താൽ ജസ്റ്റ് ഒരു കളർ കിട്ടും, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. നല്ല ലിപ് ബാം തന്നെയാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഡെർമാക്കോയിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 299 രൂപ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ലിപ് ബാം നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ കാണാറുണ്ട്. ഞാൻ മേടിച്ചതിനൊക്കെ ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഡെർമാക്കോയിൻ്റെ 1% വിറ്റാമിൻ സി ബ്രൈറ്റനിങ് ലിപ് ബാം വിത്ത് SPF 50 വരുന്നുണ്ട്. PA+++. നമുക്ക് പകലൊക്കെ വെയിലത്ത് പോകുന്ന സമയത്ത് സൺ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ മുഖത്തിന് മാത്രമല്ല നമ്മുടെ ലിപ്സിനും ഈ ഒരു സൺ പ്രൊട്ടക്ഷനൊക്കെ ആവശ്യമാണ്. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പം എനിക്ക് ഒരു ലിപ് ബാം കുറച്ച് കട്ട് ചെയ്ത് തോന്നി. പക്ഷേ പിന്നെ അത് ഈസി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്, ടിൻ്റൊന്നും ഉണ്ടാവില്ല. നല്ല ലിപ് ബാമാണ് കേട്ടോ, വളരെ നല്ല ലിപ് ബാമാണ്. നമുക്ക് ഓൾറെഡി ഉള്ള ഞാൻ പറഞ്ഞു, നമുക്ക് പണ്ട് മുതലേ ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ അതിൽ അത്ര വർക്കാവില്ല. അല്ലാണ്ട് നമുക്ക് വന്നിട്ടുള്ള ഏത് ലിപ് ബാം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വെയിൽ കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആ ഒരു ഡാർക്ക് കളറൊക്കെ റിമൂവ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ് ബാമാണ് ഡെർമാക്കോയിൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ് ഹെർബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മൾ വളരെ കുറച്ച് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്ര അങ്ങോട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണില്ല. ഞാനൊരു ഓൾറെഡി ഒരു ലിപ് ബാം, ടിൻറ്റില്ലാത്തൊരു ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ടിൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ആ ഡെർമാക്കോൻ ലിപ് ബാം അപ്ലൈ ചെയ്യും. അതിന് മേലായിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു നമുക്ക് ആ ഒരു SPF പ്രൊട്ടക്ഷനും കിട്ടും, അതേപോലെ തന്നെ ടിൻറ്റും കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത്. ഇത് നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. ഡയറക്റ്റായി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നമുക്ക് പ്രൊഡക്റ്റിന് ഉരുണ്ട് കൂടുന്ന പോലെ ഒരു പൊടിയൊരു ഫീലല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. പക്ഷേ നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, വളരെ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കാണിക്കുന്നത് 177 രൂപയാണ്. നമുക്കിതിൽ വേറെ കോഫി, ചെറി, അതേപോലെ തന്നെ പീച്ച്, വാനില, അങ്ങനെ വേറെ വേറെ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് പേരുടെ നല്ല റിവ്യൂ കണ്ട് മേടിച്ചൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ ലിപ് ബാമും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഡെർമാക്കോയിൻ്റെ ആ ഒരു ലിപ് ബാമും കേട്ടോ. ഇതും നല്ല തന്നെയാണ്. ഇതിൻ്റെ പേര് വരുന്നത്
എന്തായിരുന്നു വിഷ് കെയർ ലിപ് ബാം വിത്ത് SPF 50 ഉണ്ട്, അതേപോലെ തന്നെ PA+++ വരുന്നുണ്ട്. ബ്രൈറ്റനിങ് ലിപ് ബാം ഫോർ ഡാർക്ക് ലിപ്സ് വിത്ത് കോജിക് ആസിഡ് ആൻഡ് നയാസിനമൈഡ് ആണ് വരുന്നത്. മെൻ ആൻഡ് വുമൺ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 5 ഗ്രാം വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതും യൂസ് ചെയ്ത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പിന്നീട് വന്ന ഡാർക്ക് കളറൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. നല്ല ആപ്ലിക്കേഷനാണ്. നമ്മുടെ ലിപ്സ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. 243 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചാപ്പ് ലിപ്സിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കാണുന്നതാണ് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര തിക്കാണ് കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തേക്കണം. ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ കയ്യിലാക്കി തേക്കണത്. എനിക്ക് രണ്ടും കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിളാണ്. ഇതേപോലെ കയ്യിലെടുത്ത് തേച്ചിട്ട് നൈറ്റിലാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഈ ഒരു ലിപ് ബാം. കാരണം ഇതിൽ SPF ഉണ്ട്, പകലെ യൂസ് ചെയ്യുന്നതാണ്. ഇതെന്താണെന്നറിയില്ല, എനിക്കിത് ഒരുപാട് തിക്കായതുകൊണ്ട് നൈറ്റിൽ അപ്ലൈ ചെയ്താൽ രാവിലെ ആകുമ്പോഴത്തേക്കും ലിപ്സ് നല്ല ഭംഗിയിലിരിക്കും. നല്ല എന്താ പറയുക, നല്ല പ്ലം എന്നൊക്കെ പറയില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ലിപ് ബാമാണ് കേട്ടോ. ഇതിനും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കാണിക്കുന്നത് 299 രൂപയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ നമുക്ക് വേറൊരു ലിപ് ബാം ഉണ്ട്. മെയിനായിട്ട് നമ്മളെ പിഗ്മെൻറ്റ് ചുണ്ടിലുണ്ടാകുന്ന കറുപ്പ് നിറമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് 399 രൂപയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. ഈ ലിപ് ബാമുകളല്ലാണ്ട് ഞാൻ വേറെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാമേർത്തിൻ്റെ, അതേപോലെ തന്നെ മെബലൈൻ്റെ ബേബി ലിപ്സ്, അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ കുറേ മുൻപ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലിപ് ബാമാണ്. നമുക്ക് നല്ല ടിൻ്റൊക്കെ തരുന്ന കുറേ കളർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ് ബാമാണ്. പക്ഷേ ഇപ്പോൾ ഒരു 1-2 വർഷമൊക്കെ ആയിട്ട് ഞാനത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ചുണ്ടിൻ്റെ സൈഡിൽ ഒരു ചൊറിച്ചിൽ പോലെ വരിക, അങ്ങനെ തോലിങ്ങനെ ഇതായി പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് പറ്റുന്നേ ഇല്ല. ഞാൻ ആദ്യത്തെ എക്സ്പയറി എനിക്ക് കഴിഞ്ഞു പോയിട്ടാണോ എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും പുതിയതൊക്കെ മേടിച്ച് നോക്കി. നല്ല എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ള സാധനമൊക്കെ മേടിച്ച് നോക്കിയപ്പം പുതിയത് മേടിച്ച് നോക്കിയപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സെയിം പ്രോബ്ലം വരുന്നുണ്ട്. ഞാൻ ആ സെയിം സാധനം ചേച്ചിക്ക് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ വന്നപ്പോൾ ചേച്ചി അത് തീർന്നുണ്ട് ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, അത് ഇപ്പം എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രശ്നം വരുന്നുണ്ട്. എന്താ എനിക്ക് റീസൺ അറിയില്ല, ചിലപ്പോൾ എനിക്ക് എന്തോ പറ്റുന്നുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ മാമേർത്തിന് ചിലതെനിക്ക് പ്രശ്നം വരുന്നുണ്ട്. അതൊക്കെ ആദ്യം കുറേ കാലം ഉപയോഗിച്ചും പ്രശ്നം വരുന്നില്ല. പിന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ ഈ ഒരു സെയിം സാധനം തന്നെ ഇപ്പം ഞാൻ മാമേർത്തിൻ്റെ ആണെങ്കിലും എനിക്കത് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ചേച്ചിക്ക് കൊടുത്തു നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. ചേച്ചി അത് തീർന്നവരെ ഉപയോഗിച്ചാലും ഒരു പ്രശ്നം വരുന്നില്ല. എന്താ എൻ്റെ പ്രശ്നം എന്നറിയില്ല. പിന്നെ അതേപോലെ തന്നെ കുഴപ്പമില്ലാണ്ട് എനിക്ക് പിന്നെ പോയതുള്ള സെബാമെഡിൻ്റെ നല്ലതാണ്. സെബാമെഡിൻ്റെ ന്യൂട്രജീനൻ്റെ ഇതൊന്നും ടിൻറ്റില്ലാത്ത ലിപ് ബാമാണ്. പക്ഷെ നിങ്ങൾക്ക് ടിൻറ്റില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ലിപ് ബാം ഒക്കെ വേണമെന്നാണെങ്കിൽ സെബാമെഡും അതേപോലെ തന്നെ ന്യൂട്രജീന നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ മുൻപ് ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് തീർന്നു പോയിട്ട് അതിൻ്റെയൊക്കെ അതിനും കുറച്ച് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ലിപ്സ് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ വേറെ കൂടുതൽ കെമിക്കൽസ് ഒന്നും വരാണ്ട് ലിപ്സിലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഭയങ്കരമായിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഭയങ്കര ഡാർക്ക് കളറൊക്കെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അല്ലാണ്ട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് വന്നതാണ്. വെയിൽ കൊണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറയ്ക്കാനായിട്ട് അത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഇതല്ലാണ്ട് വേറെ ട്യൂബ് സൈസ് വരുന്നുണ്ട്. അത് ഞാൻ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. കളർ ഉണ്ടാവില്ല കേട്ടോ. കളറില്ലാത്തതാണ്. അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞ മാമേർത്തിൻ്റെ മെബലൈൻ്റെ ബേബി ലിപ് അതൊക്കെ ഇല്ലേ, അതൊക്കെ കളർ വരുന്നതാണ്. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡെയ്ഗേൻ്റെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കരമായിട്ട് നാച്ചുറൽസ് ആയിട്ട് നോക്കി മേടിച്ചാണ്. നല്ലതാണ്. പക്ഷേ ഈ ഒരു നമുക്ക് ഓൾറെഡി ഉള്ള പിഗ്മെൻറ്റേഷൻ മാറില്ല, അല്ലാത്ത കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പിന്നെ അധികം അത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ അലർജിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഒരു മാമേർത്തിൻ്റെ വരുന്ന സമയത്തും മെബലൈൻ്റെയാണ് മെയിനായിട്ടും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ടിൻറ്റ് വരുന്നതിൻ്റെ ഇഷ്യൂ അങ്ങനെയാണെങ്കിൽ ലിപ്സ്റ്റിക്കിൽ വരണ്ടോ, പക്ഷേ ആ ഒരു ലിപ്സ്റ്റിക്കിൽ വന്നിട്ടില്ല. പിന്നെ അതേപോലെ എനിക്കൊരു നൈക്കേൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു പ്രശ്നം. ചില ലിപ് പ്രൊഡക്റ്റുകൾ എനിക്ക് എന്തോ അലർജിക്ക് ആവുന്നുണ്ട്. അതെനിക്കറിയാം. ഞാനത് മാറ്റിയിട്ട് കുറേ കാലം വേറെ ഉപയോഗിക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം കറക്റ്റ് പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ചുവന്ന കളർ ഇങ്ങനെ ഒരു കുരു പോലെ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു സംഭവങ്ങളൊന്നും നിലവിൽ എനിക്ക് വലിയ കുഴപ്പങ്ങൾ വരുത്തിയിട്ടില്ല. ഈ ജസ്റ്റ് ഹെർബ് ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിഗ്മെൻ്റ് ആണ്, കളറുണ്ട്. പക്ഷെ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ കാണിച്ചു തന്നത് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്തതാണ്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും നന്നായിട്ടിരിക്കുന്നതാണ്. എനിക്ക് വന്നൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പം നമുക്ക് യൂസ് ചെയ്യുമ്പോഴേ ഏതെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തം ഉപയോഗിച്ചാലേ അതറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.